പാച്ചപ്പ് എലി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിലും ഭേദം നേരെ ഈ കുളത്തിലോട്ട് ആടി ഇങ്ങനെയൊക്കെ ചാവുന്നതാ. പൊങ്ങരുത്. ഈ കോച്ചിന്റെ വീട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്. ബ്രായ് ഉണക്കായിട്ടേക്കുമല്ലേ ഇതിൽ അപ്പാപ്പനൊരു റിസോർട്ട് ഉണ്ട് ഉറപ്പാണെന്ന്. കാരണം പേര് ബ്രാവോ എന്നല്ലേന്ന്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ പിന്നെ വൈ നടക്കും. ഞാൻ എന്നാ പറയണ്ടേ? അവിടെ പോയപ്പോ ഇവിടെ അവിടെ ഇരുന്ന് അണ്ടി തല്ലുന്നുണ്ട് ഈ ഡോക്ടർ. ഇത് സാബ്ഗുരുവിന്റെ അടുത്ത ഐലൻഡ്. ഇത് സാബ്ഗുരിന്റെ ആണോ? ഇത് ഫുള്ള് സാബ്ഗുരുവിന്റെ. എന്റെ അമ്മേ. ഞാനപ്പോ ഇവിടെ നമ്മുടെ CCL സെലിബ്രിറ്റീസ് എല്ലാം ഇത് ചെയ്യണ ഒരു കോച്ചുണ്ട്. പുള്ളിയുടെ അവിടെ പോയിട്ട് ഞാനിപ്പോ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഇല്ലല്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഡെയിലി ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര കുറവ്. എന്റെ അടുത്തൂടെ ഒരു പനി പോയാൽ അപ്പോഴും എന്നെ അത് പിടിക്കും. ഇത് ഇവിടെ വീടിന്റെ ചില്ലിംഗ് ഏരിയ. ഇതെന്താ എന്റെ ഹൈറ്റ്? ഹലോ ഹലോ. ഇല്ല വന്നാരാ ചിന്ന വീട്ടിലുണ്ട് കോച്ചിന്റെ. എടാ ചിന്ന വീടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായോ? ഇല്ല നമുക്കൊന്നും കുഴപ്പമില്ല, വീട് മാത്രമേ. എടാ ഞാൻ ചെറുതായി പോയെന്ന്. അത് തോന്നലാണ്. നമുക്കൊന്നും കുഴപ്പമില്ല. അത് ഫസ്റ്റ് വന്നതിന്റെ ഒരു പ്രശ്നം. കുണ്ണങ്ങളെ നീ ഞാൻ വരാത്തപ്പോ ഈ സിറ്റിയിൽ എന്തൊക്കെയോ നടന്നു. അതെല്ലാം എന്റെ തലയിൽ വെച്ച് തരുവാ കേട്ടാ. ഇല്ലില്ല പിന്നെ ഈ കോച്ചിന്റെ വീട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫ്രണ്ടിൽ നിന്ന് നോക്കണം. അല്ല ഇതല്ലേ ഫ്രണ്ടിത്തെ വ്യൂ. അല്ല ഇത് ഇവിടുന്ന് കണ്ടിട്ട് തന്നെ എനിക്ക് അല്ല ഫ്രണ്ടിൽ പോയിട്ടൊന്ന് കറച്ച് നോക്കണം. ആരെങ്കിലും എടുക്കുകയാണ് അവിടെ? ഇവിടെ നേരെ നോക്കണ്ട. ഇവിടെ നോക്കുന്നത് ഇതാ വീട്. സൂപ്പർ കോച്ച്. ഇത് പ്രത്യേകം പണിയിപ്പിച്ച ഇത് ബ്രായ് ഉണക്കായിട്ടേക്കുമല്ലേ? കോച്ചത് വീടാക്കി. ഇത് മനസ്സിലായില്ലേ? പെണ്ണ് വേണ്ടപ്പോ വീട് മതി. മനസ്സിലായ സ്ട്രക്ചർ വെച്ചിട്ട് കോച്ച് മനസ്സിലായിക്കോ. എന്തൊക്കെ തരം ആൾക്കാര് ഇവിടെ. എന്നെ ചെറുതാക്കിയടാ ആരോ. ഒന്ന് വലുതാക്കാൻ പറയടാ. ഇത് പൂൾ കടൽ എല്ലാം ഉണ്ടല്ലോ. എങ്ങനെ ഇത് പോവാ? പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. ഇത് എങ്ങനെ ഇറങ്ങിയത്? പറ്റൂല. ഡോറുണ്ട്. വലുതായോ? ചെറുതീന്ന് വലുതായോ? ചാറ്റിലെടുത്ത് പറയാ ഇതിൽ അപ്പാപ്പനൊരു റിസോർട്ട് ഉണ്ട് ഉറപ്പാണെന്ന്. കാരണം പേര് ബ്രാവോ എന്നല്ലേന്ന്. ബ്രാവോ. അപ്പാപ്പന്റെ പ്ലാൻ. അയ്യോ ഇതൊക്കെ പുള്ളിയുടെ വൈമാപ്പല്ല. ഇതൊക്കെ വൈകുന്നേരം പുള്ളി പണിയതാ. ഇതൊക്കെ ആരും ഒരാൾ പെടലിനെ കൊണ്ട് വന്നു. ഹലോ നാരദ അതിന് താങ്ക് യു. ഒരു മാസത്തേക്കൊന്ന് മരിച്ചു പോയി. ഇന്നലെയാണ് ബോഡി കിട്ടിയത്. ഞാൻ വെച്ച് 10 വയസ്സുള്ള പെണ്ണുങ്ങളെല്ലാം പീഡിപ്പിച്ചൊക്കെ ചെയ്ത് പോയി. നാരദ ഇവിടെ എന്താ TV ഒക്കെ ഇടാൻ പറ്റുമോ? പറയാലോ. ഒരുത്തന്റെ ലിങ്ക് എടുത്തിട്ട് സ്വിച്ച് ഓഫ്ലൈനാ. കിക്കിൽ സ്ട്രീമർ ഉണ്ട്. നല്ല പയ്യന ആക്ച്വലി. കിടലാണ്. കിച്ചിലില്ല, കിക്കിലൊരു പേരുണ്ട്. നൈസാണ്. കുറച്ച് കിടലാണ് അത്. ഈ പയ്യനല്ലേ? കുറച്ച് കിടലാണ് അത്. ഒരു മിനിറ്റ്
അണ്ണാ കമന്റ് ഒക്കെ ഉണ്ടല്ലോ ഗോഡ് ഓഫ് വാർ ചോദിക്കുന്നതാണ് ചോദിക്കണ്ടല്ലേ കുറച്ച് കിടലാണ് സൗണ്ട് വേണ്ടി ചോദിക്കണ്ടല്ലേ കുറച്ച് കിടലാണ് സൗണ്ട് വേണ്ടി ഒയ്യോ ഇറങ്ങി ഓടിക്കോ. അപ്പൊ കോച്ച് ശ്രദ്ധിച്ചോ കോച്ച് നോക്കണണ്ടാ വല്ല കോച്ച്, ആവശ്യം ഈ കുരുവി ഫുൾ ടൈം കലിപ്പാണല്ലേ. சரி சரி இன்னொன்னு ஒண்ணு தெரியுமா ஆ வீடு இது அது தெரியுமா அந்த இந்த ഏത് വീട്? അണ്ണ അത് എന്താന്ന് വെച്ചാൽ ഈ അതോ എന്റെ അളിയ ഞാൻ എന്റെ പെറ്റ മൊത്തി ഞാനല്ല ഇതിൽ ഞെക്കി. ഇത് ആരും എന്നെ വലിച്ച് കടലിലൊക്കെ ഇടറേ. ഞാൻ ഞെക്കി പോലും ഒന്നിലും. എടാ എന്നെ വലിച്ചാരോ കടലിലൊക്കെ ഇടുവാടാ. ഞാൻ ചാടിയില്ല. அந்த செகண்ட் இது കണ്ട ഇത് നോക്കണേ ഞാൻ 2 കൈ ഇവിടെ വെച്ചേക്കുവാണേ. ഒന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അണ്ണനെ എന്താ? എടാ പോക്കൃത്തരമാണാ ഇത് വെറും. അതാ, കണ്ട അണ്ണനെ വിളിക്കുന്നത് മന്ദാര വിളിക്കുന്നത് അയ്യോ ഓടുന്നു. നമ്മളെ ഓടുമ്പോ തന്നെ സാധനം എന്താ മന്ദാര? അണ്ണ കണ്ട അണ്ണ നമുക്കൊന്നും അണ്ണാ കണ്ടില്ലേ? സിഗ്നലാ. അയ്യോ ഞാനിവിടെ കോച്ചിന്റെ ഇതിലുണ്ട്. നമ്മളെ സാറ്റലൈറ്റില് നമ്മ കാണുവാണ്. അതെ നോക്ക് ഇത് ആരാ നോക്ക് ഇതാരാ ഇൻസൈൻ ഡേസിയാ? ചൂടെ. എന്റെ ബെസ്റ്റ് വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? ഇവനൊക്കെ ഇപ്പോഴും ഐലൻഡിൽ തന്നെയല്ലേ പട്ടി. എന്ത് ചെയ്യാനാണ് ഇത്? നിന്നെ വിളിച്ച് കൊറേ വിളിച്ച് പിള്ളേരുടെ ഒരു കാര്യം. ഫോൺ എടുക്കാതിരിക്കല്ലേ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വരും. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ റൂമിലോട്ട് കയറിയോ? എടാ അവിടെ നിന്നാ എല്ലാരും കേക്കും. വാ പുറത്തോട്ട് വാ. ആ പറഞ്ഞോ കുരുവി. എന്തോ ഈ നാരദൻ കുറേ കാലമായി എന്റെ പിന്നാലെ നടക്കും. ഞാൻ റിജക്ട് ചെയ്ത് വിട്ടു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷെ പുള്ളി തീരെ അത് വിലത് എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല, കുറച്ച് സൗണ്ട് കൂട്ടാവോ? വാസുവിനും പറഞ്ഞാൽ പുള്ളി കേൾക്കും. ഒന്ന് പറയോ എന്നെ പിന്നാലെ നടക്കരുത്. പിന്നെ ഞാൻ ബ്രദറായിട്ടാ കാണാൻ, ഒരു പെങ്ങളെ പോലെ കാണാൻ ഓക്കെ ലൈഫിൽ അങ്ങനെ ഒരു ഓക്കെ നാരദ കുരുവി നാരദനെ ഒരു ആങ്ങളെ പോലെയാണ് കാണുന്നത്, ബ്രദറായിട്ട്. അപ്പൊ നാരദൻ ദയവ് ചെയ്ത് ഇനി ഈ കുട്ടിയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നാണ് കുട്ടി പറയണത്. ലൈഫ് ലോങ്ങിൽ ഒരു ബ്രദർ ആയിരിക്കും, ഇനി ദയവ് ചെയ്ത് പുറകെ നടക്കരുതെന്നാണ് കുട്ടി പറയണത്. ഞാൻ നിങ്ങളെ ആട്ടാട്ടാന്നല്ലേ വിളിക്കുള്ളൂ. പിന്നല്ലാതെ എന്റെ ബെസ്മിങ് മനസ്സിലാക്കി. മാറ്റി വിളിച്ച കേപ്പി ആയിട്ട് പറയാലോ. എന്റെ ബെസ്മിങ് മനസ്സിലാക്കി. അയ്യോ അങ്ങനല്ല, കുട്ടി എന്നോട് പറയാൻ പറഞ്ഞ കാര്യം നാരദനോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ പറയണതല്ല. ഞാൻ പറഞ്ഞ നാരദൻ കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വിടുന്നല്ലേ നല്ലത്. എത്ര പേര് കുറെ കിടക്കണ. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഓറ് നിങ്ങളെ കാണുന്ന പോലെ ആങ്ങളെ പോലെ എന്നെ അതുപോലെ ആങ്ങളായിട്ട് കാണും. അല്ലല്ല ആങ്ങളെ പോലെ അല്ലല്ലോ കാണുന്ന കുരുവി അല്ലല്ലോ ഒരു ഞാൻ നാരദൻ ആങ്ങളെ പോലെ അതെ വന്ന് അതുപോലെ അതെ ബസ്സോട്ടനെ കാണുന്ന പോലെ. நீ சொல்லு ലൈഫ് ലോങ് എന്റെ ആങ്ങളെ ആയിരിക്കും. മനസ്സിലായി കാര്യങ്ങൾ അങ്ങനെയാണ് നാരദ. മനസ്സിലായി. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടൂല, അതാ. ചിലത് കിട്ടും ചിലത് കിട്ടില്ല. കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുമ്പോ ഏതെങ്കിലും ഒരു എരണം വന്ന് തലയിലും കേറും. പിന്നെ എന്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചല്ലേ. അടുത്ത മാസം പൂച്ചതല്ലേ പൂച്ച കടിച്ച് പൂച്ച അടിച്ചല്ലേ ഞാൻ ശ്രീമർമ്മ കേട്ടത്. അപ്പൊ തന്നെ എന്തായാലും കുഴപ്പമില്ല നാരദ, നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും. സത്യം ഇതുപോലത്തെ തൂമക്കണ്ണീനൊക്കെ വേണ്ട.
ഇവിടെ ബിഗിടെയായിരുന്നു ആന ബിഗിടെ ഞാൻ കണ്ടില്ലേ ഈ വായി കൂടുതൽ ബലിയിടുന്നോളെ നടക്ക് വേണ്ട ഇറങ്ങി പണയ ഒരു കൊച്ചുകളി പറയുന്ന വർത്താനാണ് ഇയാൾക്ക് എങ്ങനെ പറയൂ ഇവിടെ എന്നെ ഒരു മുരിമ വേണ്ട പാസ്വേർഡ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമ്പോ മറ്റേ സൗത്ത് ആഫ്രിക്കൻ ലാംഗ്വേജ് യൂസ് ചെയ്യോ? ഉളുപ്പ് ഉളുപ്പ് നാട്ടിനടുത്ത് മൊത്തം എന്നെ തുപ്പി അടക്കേ ഇവക്ക് പണി ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ പിന്നെയും വൈകി നടക്കും ഞാൻ എന്നാ പറയണ്ടേ? ഓരോ മുന്നൊക്കെ പറയണം എനിക്ക് എന്നോട് മാത്രം പറഞ്ഞ പോലെ കുറച്ച് നീങ്ങുന്നു എനിക്കിത് പിരാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു തന്നെ. നീ എന്നാ പിടിച്ചിരുന്നാടാ വേറൊന്നും കഴിയില്ല മോളെ. അങ്ങനെ സംഭവം പിന്നെ മനസ്സിലായി. ഇവര് തമ്മിൽ എന്തോ ശത്രുത വൈരാഗ്യം ഉണ്ട്, അവരെന്തോ സംസാരിക്കണം. സംഭവം നാട്ടുകാരെ മുന്നിൽ എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? എനിക്ക് മനസ്സിലായി, എനിക്ക് പിന്നെ മലയാളം പറഞ്ഞോളൂ. എനിക്ക് കണ്ണൂരൊക്കെ നമ്മളെ എത്ര ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാ, മനസ്സിലായ? ജൂഡിന്റെ ഗേൾഫ്രണ്ട് മിയ. നിങ്ങളുടെ കുടുംബത്തിൽ കയറി അപ്പൊ ഇവിടെ എല്ലാവർക്കും പെണ്ണ് സെറ്റ് ആവും. എന്താണ് ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതൊക്കെ? ഈ സമയത്തൊക്കെ അല്ലേ പാതിരാത്രി അല്ല അപ്പൊ ആൾക്കാർ വരുന്നേ മനസ്സിലായോ? രാത്രിയാകുമ്പോ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വരുമോ ഇങ്ങനെ? കോച്ചാനിയിൽ ഇപ്പൊ ഒരു വീട് കോച്ചെ ഞാൻ മെഷീനെ കൊണ്ട് തലക്കടിപ്പിക്കുള്ള ആരും ഞാൻ പറഞ്ഞ കേട്ടാ. ഇത് അല്ല കോച്ചിന് രണ്ടുപേരും കൂടെ വരാനുണ്ടെന്നാ രാത്രി. അതാര് അത് മറ്റേ ഇതൊക്കെ കാണാൻ വയ്യ സത്യം. ലേറ്റ് നൈറ്റ് നമ്മള് കോച്ച് പോയോ? കോച്ച് അണ്ണ ഇങ്ങനെയല്ലേ പറഞ്ഞ മറ്റേ വാറിലെ അസർ എന്ന് പറഞ്ഞത്. ആളെ കസറുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. சரி அந்த ரைட் வீடு யாருன்னு தெரியுமா? ലേറ്റ് നൈറ്റ് കുറച്ച് ദിവസം ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. കണ്ണാപ്പി കണ്ണാപ്പി എലി 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 എടാ സ്നൈപ്പി ഒന്ന് വന്നേ, സ്നൈപ്പി. വീട് എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കുക, എനിക്ക് പറ്റിയ ഒരു പെണ്ണുണ്ടോ ഇവിടെ? ഉണ്ടാവണ്ട. കാരണം ഈ കുരുവി നല്ല കുട്ടിയാ, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ മനസ്സിലാവത്തില്ല എന്താന്ന് പറയണെന്ന്. ബഗിട് കകട് അങ്ങനെ എന്തൊക്കെയാണ് സംസാരിക്കണത്. അണ്ണന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുട്ടിയാണ്. റിലേഷൻഷിപ്പ് ഇല്ലാത്ത എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ഇവിടെ. ഒന്നെങ്കിൽ തമിഴായിരിക്കും, അല്ലെ മലയാളമായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭാഷയായിരിക്കും. അന്നേരം അവസ്ഥ കൊണ്ട് മോബിനെ തന്നെ ഉണ്ടല്ലേ, ഒരു കൊച്ചായ കുട്ടീനെയൊക്കെയാണ് ഇപ്പൊ മോബി കിടക്കുന്നത്. ഡെയ്സിക്ക് വേറെ കുട്ടിയുണ്ടല്ലേ? ഓ കൊച്ചുണ്ട്. ആ കൊച്ചി ഇപ്പൊ മോബീനെ അച്ചാന്ന് വിളിക്കണ്, നമ്മളെ വലിയ അച്ചാന്ന് വിളിക്കണ്. പെണ്ണില്ലേലും വേണ്ടിയില്ല, അതൊന്നും എങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലായ? ഒരു ഫ്രീ ഒരു കൊച്ചിനെ ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മന്ദാരോണി ഒരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്തതിന് നാളെ ആ കൊച്ചി അവനെ അച്ചാന്ന് വിളിക്കണ്. മന്ദാരത്തിന് അച്ഛാന്ന് സിറ്റിയിലുള്ള പകുതി ആൾക്കാരെ ഒരു അച്ഛാന്ന് വിളിക്കണേ. ആരൊക്കെയാണോ അവൻ പരിചയപ്പെടുത്തണേ? ഈ ടൈമിൽ വരണം, അന്നേരം ഗേൾസിനെ കാണാൻ പറ്റത്തില്ല. ഈ സമയത്ത് വരണം അല്ലേ? നാളെ തൊട്ടപ്പോ എന്റെ സ്റ്റോറി ലൈവ് ഓൺ ക്രിക്കറ്റ് 1:30 PM. ഈ സമയം തൊട്ട് ഒരു 4-5 മണി വരെ ഇവിടെ കൂത്താട്ടമാണ്. ഇവിടെ സംശയം പറഞ്ഞോ. നമ്മളെല്ലാരും കുരുവിയെ ഒരു പെങ്ങളായിട്ട് കാണണം. അതെ, നിങ്ങൾ എല്ലാരും കുരുവിയെ ഒരു പെങ്ങളായിട്ട് തന്നെ കാണണം. പറയട്ടെ വേറെ നാളെ വിഷമം അവിടെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എല്ലാരും ഒരു പെങ്ങളെ പോലെ കാണണം കുരുവിയെ. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ വലിയ ഇത്ര അനിയന്മാരുള്ളപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മോളായിട്ടും കണ്ടോളാം. അതെ 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 അതെ, അതോർത്ത് വിഷമിക്കണ്ട. അതെല്ലാം നമ്മളെല്ലാം. ഞാൻ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്ത് സ്റ്റേജിൽ കയറാൻ നിങ്ങളല്ലേ? എന്ത് ആയിക്കോട്ടെ, സൂപ്പർ സൂപ്പർ. മനസ്സിലായില്ല. ഞാൻ ഈ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്ത് അവസാനം സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന നിങ്ങള്. അങ്ങനെ അങ്ങനെ പറയാറായിട്ടില്ല, സ്റ്റേജ് കയറാറായിട്ടില്ല. അതാ നീ അധികമാക്കാൻ പറഞ്ഞു. അല്ല, അട്ടത്തെ സന്തോഷം സന്തോഷം. അടുത്ത ആൾക്കാർ വരുന്നു ബാബേ. മറ്റേ ട്രോഫി കണ്ട ടീം വന്നിട്ടുണ്ട്. അയ്യോ വരണം വരണം വരണം, ഞാനിവിടെ ഈ പന്തലല്ലോ ഇടണോ മോബി? മടിച്ചു നിക്കല്ലേ, മടിച്ചു നിക്കല്ലേ.
ജീവിതം വെറുതെ എടാ മോബിനെ കൊച്ചു നമ്മളെന്തായിരിക്കും വിളിക്കണേ വല്യച്ഛന്മാരെ വെല്ലിച്ചതകട എന്നെ വിളിച്ച അവന്റെ കറ അടിച്ച പൊട്ടിക്കുമല്ലോ. പെരിയപ്പ വെല്ലിച്ചൻ പാച്ച പെയിലി ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. അതിലും ഭേദം നേരെ ഈ കുളത്തിലോട്ട് ആടി ഇങ്ങനെയൊക്കെ ചാവുന്നതാ. പൊങ്ങരുത്. ഇല്ല ഞാൻ വരുന്നത് ഇല്ല ഞാൻ വരുന്നത്. അല്ല അതിലൊക്കെ ഭേദം ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ ഓപ്ഷനിലും ഭേദം ഇതാണ്. നേരെ വെള്ളത്തിൽ തല മുക്കി ഇങ്ങനെ പുഴുത്തിയിട്ട് തല മണ്ണിനകത്ത് പുഴുത്തിയിരിക്കണം. 2 കാല് മാത്രം മേലോട്ട് പൊങ്ങിയിരുന്നു അവിടെ ഇരുന്ന് മരിക്കുക. അതിലും ഭേദം അതാണ്. വെട്ടി കൊണ്ടുപോയല്ലോ. എന്തൊക്കെ ഓ നമ്പർ തരാം കുരുവി. 3333 ഇതുവരെ കേട്ടോ നാരദേട്ടൻ നമ്പർ പോലും ചോദിച്ചിട്ടില്ല. കുരുവിക്ക് നമ്പർ ചെയ്ത് തരാം. നാരദത്തിലോട്ട് നമ്പർ സ്റ്റേജിന്റെ ഒരു സ്റ്റെപ്പ് അവന് സിറ്റിയിൽ ആരുമില്ല. എടാ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാ? പുതിയൊരു പെങ്കൊച്ച് നേരെ വൈറ്റ് ലിസ്റ്റ് എടുത്ത് അല്ല നാരദ ഇങ്ങോട്ട് ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിക്കാം. ഒന്ന് വരുവാടാ നിങ്ങളൊന്ന് വരുവാടാ. എടാ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ്? അതായത് ഒരു പെണ്ണ് വൈറ്റ് ലിസ്റ്റ് എടുത്ത് ഈ സിറ്റിയിലോട്ട് വന്നാൽ അന്ന് തന്നെ കമ്മിറ്റഡ് ആവോ? അന്ന് എന്റെ ലീലയിൽ ആൾക്കാരായിട്ട് കമ്മിറ്റഡ് ആവും. ഇല്ല അണ്ണ ആദ്യം പ്രപ്പോസ് ചെയ്യുന്ന തമ്പിയേട്ടനല്ലേ കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് അവരോട് പ്രപ്പോസ് ചെയ്യുന്നേ അണ്ണ ഞാൻ പറയുന്നില്ല. നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞടാ. എനിക്കടുത്ത ലോട്ടറി അടിച്ചോണ്ട് പോയാലോ നീ. അണ്ണ ഉള്ള സത്യം പറയാല്ലേ 50 വട്ടം ഡെയ്സിനെ മന്ദാരം പ്രപ്പോസ് ചെയ്തു, 50 വട്ടം റിജക്ട് ചെയ്തു. മോബി ആയി ഒരു വട്ടം. ഞാനില്ല ഞാൻ പോവാണ്ട. എല്ലാരും എന്നെ കളിയാക്കുന്നതാണ്. ഈ മോബിയാണെങ്കിൽ എവിടെ പോകുമ്പോ ഡേസിനെ കൂട്ടി തരും. ഒരു മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കിക്കൂടാ. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വിഷമിക്കുന്നിടത്ത് നീ ഇങ്ങനെ കപ്പിളായിട്ട് വരലടാ ബോബി. അത് അവന് മാത്രമല്ല എനിക്കും അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ആ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസ് എല്ലാരും മാറിക്കോ പ്ലീസ്. ഞാൻ എന്ത് ഗതികേട് വിഷമിക്കണടാ മന്ദാരം. എന്നെ കൂടെ കരയിക്കല്ലേ നീ. എല്ലാരും കൂടെ കളിയാക്കുന്നുണ്ട്. ഈ സിവന്നവരും നിന്നവരും പോന്നവരൊക്കെ എന്നെ കളിയാക്കിട്ട് പോന്നെ. നിനക്ക് എവിടെയെങ്കിലും ഉണ്ടാവൂടാ. ഞാനും ഇതുപോലെ ഒരു ദിവസം പൊട്ടിത്തിറങ്ങി. പവർ ബാങ്കാ ഞാൻ കരയുമ്പോ അവള് മൂക്കട്ട പോലും തുറക്കാൻ വന്നിട്ടില്ല. ഇപ്പം വന്നേക്കുന്നു. എന്നോട് സംസാരിക്കാൻ ഞാൻ ഇല്ലേ മിണ്ടാണ്ട് പെങ്ങളെ. ഞാൻ പോട്ടെ. എന്നാ അല്ല നിനക്ക് ഋജുവിലാണേ നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനം. മുള്ളംകല്ലി കാണും. അതായത് പണ്ട് ഇവിടെ താരാന്ന് പറഞ്ഞ പെണ്ണ് ഓളെ ഞാൻ സെറ്റാക്കി എല്ലാം വന്നപ്പോ അത് രായണ്ണം കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ നമ്മള് മീയനെ കണ്ടപ്പോ ഈ മീയ ഇതിനെ കണ്ട് സെറ്റാകാൻ നിന്നപ്പോ അത് ചൂട് കൊണ്ടുപോയി. എല്ലാം പോട്ട് എന്നിട്ട് കെല്ലിനെ കണ്ടിട്ട് ഞാൻ ഇതൊക്കെ ജുഗ്രുവിന്റെ അടുത്ത് സംസാരിക്കാൻ ഏൽപ്പിച്ച് ആ തൂമ കണ്ട 2 മണിക്കൂർ സംസാരിച്ചിട്ട് ഓൻ സെറ്റാക്കി. ഞാൻ എന്റെ അവസ്ഥ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാ? നീ എന്റെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് ഇവനായിട്ട് സെറ്റായി. ഈ ദേശി എന്റെ കൂടെ നടന്ന് ഈ മോബിയായിട്ട് സെറ്റായി. ഇത് രണ്ട് ഇത് ഇനി ഇവരുടെ കല്യാണത്തിന് പന്തലിടുന്ന തൊട്ട് അവസാനം വേസ്റ്റ് കുഴി ഒഴിച്ച് ഇല ഇടുന്നത് വരെ ഞാൻ ചെയ്യണേ. അതാലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ. അതാലോചിച്ച് നോക്കിയിട്ട് ആരും അതാലോചിക്കണ്ട. കറങ്ങാൻ പോകുമ്പോ അതിന്റെ ഒരു കൊച്ചുണ്ട്. അതിന്റെ അപ്പിളം വരെ ഞാൻ കൊണ്ടുപോകണം. ഇതുപോലെ പിന്നെ ഇപ്പൊ ആ കൊച്ചിന് ഞാനേ നോക്കുന്നത്. എന്തിനു പൊലച്ചിരിക്കാ കൊണ്ടേ ഒരാള് വിഷമം പറയുമ്പോ മോബിന്റെ സന്തോഷം കണ്ട ഇത് ശ്വാസം വിട്ടു. ഈ ഡേസി ഇഷ്ടമായിരുന്നു മന്ദാരത്തിന്. ഞാൻ പറഞ്ഞത് 50 പ്രാവശ്യം ഇവളെന്നെ തുപ്പിയിട്ട്. ചുരുക്കി പറഞ്ഞ നീ ഒരു പ്രേമരോഗിയാ. നിനക്ക് എല്ലാരും ഇഷ്ടമാ.
അണ്ണാ അങ്ങനെ എല്ലാരും ഒന്നും അല്ല അണ്ണാ. അണ്ണാ ഞാൻ ബ്രേക്കപ്പ് ആയപ്പോ എന്റെ കൊച്ചിനെ പോയി പ്രപ്പോസ് ചെയ്തിരിക്കണേ ഇവൻ. ക്ലാസ് വണ്ടി ഇപ്പൊ നീയും കൂടി ഉണ്ടായിരുന്നോ അളിയാ ഈ മൂവി ആ കൊച്ചായിട്ട് സെറ്റാക്കാൻ നോക്കിയപ്പോ ഞാനാ പറഞ്ഞത് അത് സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ടാ എനിക്ക് താല്പര്യമില്ല. അതും എന്നിട്ട് നീ എന്നെ അങ്ങ് ഇതാക്കിയല്ലോ നീ ആയിക്കോട്ടെടാ. അല്ല ഡേസി, ഞാനൊരു പേഴ്സണലാണ്, എന്നാലും ഞാനൊരു ചോദിക്കുകയാണ്, മന്ദാരത്തിനെ റിജക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒരു റിസൾട്ട് എന്റെ സിസ്റ്റർ മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അപ്പൊ സത്യങ്ങളെല്ലാം പറഞ്ഞോ? ആ ആദ്യത്തെ ചേച്ചി മന്ദാരം ആ കുട്ടീനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ കുട്ടീനെ പറഞ്ഞു. ചേച്ചി, അനിയത്തി, ആരെയൊക്കെ വേണോ നിനക്ക്? അണ്ണ എന്താന്ന് പറ അണ്ണ, അതും കൂടെ ചോദിക്ക എന്താന്ന്. ആ പെണ്ണില്ല അണ്ണ എന്നോട് പറഞ്ഞു ഡോക്ടറാന്ന് ഈ സെറിയ ഹലോ, എന്നിട്ട് ഡോക്ടറാന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം നമ്മ അണ്ടി ഫാക്ടറി ഇല്ല, നമ്മളെ അണ്ടി ഫാക്ടറി അവിടെ പോയപ്പോ ഇവിടെ അവിടെ ഇരുന്ന് അണ്ടി തല്ലുന്നുണ്ട ഈ ഡോക്ടർ. വിശ്വാസം എന്തിനല്ലേ ചെയ്തത്? അതല്ല പോട്ടെ, ഡോക്ടറാന്ന് പറഞ്ഞ നമ്മളതിനെ പറ്റിച്ചെന്തിനായിരുന്നു അണ്ണ? പക്ഷെ ഡോക്ടർ ആയിരുന്നല്ലോ. ടൈം പണി ഏതായാലും അവിടെ ഉണ്ട്. പോയെ. പണി ഏതായാലും പെണ്ണുണ്ടായിരുന്നല്ലോ. ആ ഇതിനൊക്കെ ആ കാരണത്തിൽ നീ ഡിവോഴ്സ് ചെയ്തല്ലേ അവളെ? അല്ലണ്ണ അത്ര വിഷമല്ല, അത് അമ്പത്തൂരിന്റെ കൂടെ ഇരുന്ന് അണ്ടി തല്ലിയതാണ് അവന് വിഷമമായത്. ഹലോ, ആർക്കാ അത് കണ്ട? അല്ല നീ കൂടുതൽ ഇളക്കണ്ട, നിന്റെ ഗേൾഫ്രണ്ട് അവിടെ ഇരുന്ന് അണ്ടി കണ്ടിട്ടല്ലേ നീയോട് ബ്രേക്കപ്പ് ആയത്? ഓ അടലോടെ അണ്ണ ഇവന്റെ ഗേൾഫ്രണ്ട് അവളുടെ ഇവിടെ അണ്ടിയതല്ലേ ബ്രേക്കപ്പ്. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെയൊക്കെ ബ്രേക്കപ്പ് റീസൺസ്? എനിക്കൊക്കെ എന്റെയൊക്കെ ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ കേട്ടാൽ നിങ്ങൾക്ക് അപ്പൊ വിഷമം വരും.